ചാണ്ടിയുമ്മൻ മന്ത്രിയാവുന്നതിനെ പറ്റി അല്ല ഞാൻ പറഞ്ഞല്ലോ, സന്തോഷമില്ല, എന്താണ് സന്തോഷക്കുറവില്ല സത്യത്തിൽ. അങ്ങനെ എനിക്ക് ഈ പറയുന്ന ടീം UDF ഒന്നും കേരളത്തിനാണ് ഒരു മന്ത്രിസഭ ഉണ്ടാകുന്നത് അല്ലേ. അപ്പൊ നമ്മുടെ ഒരു സാഹചര്യത്തിൽ എല്ലാവർക്കും അതിന്റെ പരിഗണനകളൊക്കെ കൊടുക്കും. ഓർത്തഡോക്സ് സഭ ഒരിക്കലും ഞങ്ങൾക്ക് ഇത്ര ഇത് വേണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന പരിഗണന കിട്ടി അതൊന്നും പറയാൻ ഒരിക്കലും ഞങ്ങൾ ശ്രമിക്കാറില്ല. എന്നാൽ ന്യായമായിട്ടും ആ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അല്ല ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾക്ക് മന്ത്രി കിട്ടിയില്ല അല്ലെങ്കിൽ മന്ത്രി ഇതൊന്നും അല്ലല്ലോ. ഒരു മാൻഡേറ്റ് ഉണ്ടായി, ഒരു ഭരണം വരുന്നു, ആ ഭരണത്തെ നമ്മൾ പ്രതീക്ഷയോടെ കാണുന്നു. അതാണ് ബേസ് ആയിട്ട് പറയാനുള്ളത്. പിന്നെ എന്താ പറയുക, നമ്മുടെ വിഷയങ്ങൾ, അടിസ്ഥാന വിഷയങ്ങൾ എന്തു വരുമ്പോഴും അതിലെ ഒരു ജനാധിപത്യപരമായ, അതുപോലെ നമ്മുടെ ഭരണഘടനയും നമ്മുടെ നീതിബോധത്തെയും നമ്മുടെ കോടതി വിധികളെയും ഒക്കെ ബഹുമാനിക്കുന്ന രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങൾ ഗവൺമെൻറ്റിൽ നിന്ന് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ടാകും. അല്ല അതിനെ വേറെ കംപ്ലീറ്റ് മെതിച്ച് കളഞ്ഞ് എത്ര നീതി നിങ്ങൾക്ക് കിട്ടിയാലും ഞങ്ങൾ നീതി നടത്തി തരൂല്ല എന്ന് പറയുന്നവരെ അത് ആരായാലും അവർക്ക് അതത് കാലത്ത് അതിൻ്റെ മറുപടി കിട്ടും. എന്തായാലും കേരളത്തിലെ ഓർത്തഡോക്സ് സഭയ്ക്കും കുറേ വോട്ടുകളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ അവരും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഒരിക്കലും പറയില്ല ഇന്ന ആൾക്ക് വോട്ട് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒന്നും പറയില്ല. പക്ഷേ റിസൾട്ട് വരുമ്പോൾ കുറേയൊക്കെ നമുക്ക് കാണാവുന്നതാണ്. കൂടുതലൊന്നും അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. ഏതാ അങ്ങനെ വ്യാഖ്യാനിക്കുന്നതിന് എന്താ വിരോധം? വ്യാഖ്യാനിക്കുന്നതിന് വിരോധമൊന്നുമില്ല. കാരണം അറിയില്ല, നിങ്ങളെ ഞാൻ അറിയില്ല എന്ന് പറയുന്ന സംവിധാനങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അല്ലേ, അതൊക്കെ എന്താ പറയുക, ഞങ്ങൾക്ക് ദൈവവിശ്വാസികളാണ്. അപ്പം ദൈവം കൊടുക്കുന്ന മറുപടിയാണെന്ന് പറയാം, ജനം കൊടുക്കുന്ന മറുപടിയാണെന്ന് പറയാം, ജനത്തിൻ്റെ ശബ്ദം ദൈവത്തിൻ്റെ ശബ്ദമാണെന്ന് പറയും. അതാണല്ലോ ഡെമോക്രസിയുടെ ബേസ്. ഉണ്ട്, അങ്ങനെ നിങ്ങൾ വ്യാഖ്യാനിക്കുന്നതിന് വിരോധമൊന്നുമില്ല. ചാണ്ടിയുമ്മൻ മന്ത്രിയാവുന്നതിനെ പറ്റി അല്ല ഞാൻ പറഞ്ഞല്ലോ, സന്തോഷമില്ല, എന്താണ് സന്തോഷക്കുറവില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് എനിക്കൊരു മൈക്രോഫോബിയാക്കാണ്. വലിയ ശബ്ദവും ബഹളവും എനിക്കിഷ്ടമല്ല. അപ്പം ചാണ്ടിയുമ്മൻ വലിയ മൈക്ക് പ്രചരണം നടത്തിയില്ല, അതുപോലെ തന്നെ ഫ്ലക്സ് വെച്ചില്ല, സൈക്കിൾ ഓട്ടി നടന്നു എന്നൊക്കെ അപ്പം തന്നെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കാണുകയുണ്ടായി. അത് ആ തലത്തിലേക്ക് മാറണമെങ്കിൽ ഞാൻ 6 വർഷം ജർമ്മനിയിലുണ്ടായിരുന്നു, 4 വർഷം അമേരിക്കയിലുണ്ടായിരുന്നു. അവിടെയൊക്കെ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ റോട്ടിൽ മൈക്ക് കെട്ടി ബഹളം വയ്ക്കുന്ന പരിപാടിയില്ല. അങ്ങനെ ബഹളം വെച്ചാൽ അവർക്ക് വോട്ട് കിട്ടില്ല. അങ്ങനെ വെക്കാനുള്ള സ്വാതന്ത്ര്യമില്ല, സാഹചര്യമില്ല. അതല്ല ഒരു ഇലക്ഷൻ. ഇത്ര 21ാം നൂറ്റാണ്ടിൽ ഇങ്ങനെ കിടന്ന് പിന്നെന്താ അതിന് പറയാം, വേറൊരു വാക്കുണ്ടെങ്കിൽ എന്താ, കൊട്ടിക്കലാശം. അപ്പോൾ ചാണ്ടിയുമ്മൻ കൊട്ടിക്കലാശം വേണ്ടാന്ന് വെച്ചു. ഇതൊക്കെയാണ് ഞാൻ പത്രത്തിൽ വായിച്ചത്, അല്ലാതെ ഞാൻ പുതുപ്പള്ളിക്കാരനല്ല. അപ്പോൾ അതൊരു വേറിട്ട രീതിയാണ്. ആ രീതികൾക്കൊക്കെ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് 52,000-ലധികം ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിച്ചു എന്നുള്ളതാണ് കാണുന്നത്.